ഗൈസ് വെൽക്കം ബാക്ക്. സോ നമ്മുടെ ഫാന്റസി പ്രീമിയർ ലീഗിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് അല്ലെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വീഡിയോ ഗെയിം വീക്ക് 3 ആകാനായല്ലോ. അപ്പൊ അതൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഐ ആം സോ ഹാപ്പി, സൂപ്പർ ഹാപ്പി. അപ്പൊ സൂപ്പർ ഹാപ്പി എന്താണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും. അപ്പൊ വേറെ ഒന്നുമല്ല, സിമ്പിൾ. ചെൽസി ഹാസ് വോൺ 6-2, 6-2 വൂൾസിനെ തോപ്പിച്ച്. അപ്പൊ ഞാൻ ഗെയിം റിവ്യൂ ഒന്നും പറയാൻ വന്നല്ല കേട്ടോ. പക്ഷേ അത് ലൈക്ക് ഇറ്റ് ഫെൽ സോ ഹാപ്പി ഫോർ മീ. അതായത് എന്താ പറയാ, ഐ എം ഫീലിംഗ് സോ ഗുഡ്. അതാണ് പറയാനുള്ളത്. ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് വെറുതെ വെറുപ്പിക്കണമെന്നുള്ളൂ. സോ നമുക്ക് നേരെ നമ്മുടെ പ്രീമിയർ ലീഗ് ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഇന്ന് ഞാൻ കുറച്ച് ജാടയൊക്കെ കാണിക്കാനായിട്ട് ഐപാഡ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഐപാഡ് ഓപ്പൺ ആക്കി കുറച്ചും കൂടെ ആഡഡ് ജാട ആപ്പിൾ പെൻസിൽ. അപ്പോൾ ഞാനിന്ന് വിചാരിച്ച് കുറച്ചും കൂടെയൊക്കെ ഇതിൽ ആ സൈഡിൽ ഇടണ സമയത്ത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് ഐപാഡിലൊക്കെ സംഭവം ടീം സെലക്ഷനും നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോണത്. ലെറ്റ്സ് സീ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഐപാഡ് ഓപ്പൺ ആക്കുന്നു. അതോടൊപ്പം തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ലാസ്റ്റ് ടൈം. അതിൻ്റെ വീഡിയോ രണ്ടാമത് റെക്കോർഡ് ചെയ്യണതാണ്. സോ നമ്മൾ നേരെ പോകുന്നത് പ്രീമിയർ ലീഗ് ആപ്ലിക്കേഷനിലേക്കാണ്. യെസ്, ആൻഡ് നമുക്ക് നേരെ പോകേണ്ടത് വേറെ എങ്ങോട്ടുമല്ല, പ്രീമിയർ ലീഗ് ആപ്ലിക്കേഷൻ. സോ നേരെ തന്നെ നിങ്ങൾക്ക് കാണാം, ഫാന്റസി ഇതിൽ സെലക്ട് ചെയ്തപ്പോൾ തന്നെ 92 പോയിന്റ്സ് ആണ് ഞാൻ സ്കോർ ചെയ്തത്. ലൈക്ക് ദാറ്റ്. വേറെ ഒന്നല്ല, കിടിലൻ സ്കോറാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 92 ഇസ് എ വെരി ഗുഡ് സ്കോർ ഫോർ എ ഗെയിം വീക്ക്. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് പെർഫോം ചെയ്തത്. നല്ല പോയിന്റ്സ് നമുക്ക് നല്ലത്. സോ നമ്മുടെ കീപ്പർ ആയിട്ടുള്ള ഡേവിഡ് റായ, ഹീസ് ഇൻ ദ ഗെയിം ഓഫ് ദ ടീം ഓഫ് ദി വീക്കിലുള്ള അതാണ് സ്റ്റാർ ചിഹ്നം ഉള്ളത് അവിടെ. സോ നെക്സ്റ്റ് നമുക്ക് ഡിഫൻസിലേക്ക് നോക്കാം. ഡേവിഡ് റായ 10 പോയിന്റ്സ് നൽകി നമുക്ക്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഗെയിം ഫോർ ആർസണൽ. പിന്നെ സലീബ 6 പോയിന്റ്സ്, പെഡ്രോ പോറോ 6 പോയിന്റ്, വെർജിൽ വാൻ ഡൈക്ക് 7 പോയിന്റ്. സോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരെ നമ്മുടെ ബെഞ്ചിൽ വരുന്ന സമയത്ത് ഫൈസ്, നമ്മുടെ ലെസ്റ്റർ സിറ്റിയുടെ ഡിഫൻഡർ ആയിട്ടുള്ള ഫൈസ് 7 പോയിന്റ്സ് ഉണ്ടായിരുന്നു. ആ ഒരു പോയിന്റ് ഡിഫറൻസ്, പെഡ്രോ പോറോ അല്ലെങ്കിൽ സലിവേന് പകരം ഞാൻ ആ ഫൈസിന് ഇട്ടിരുന്നെങ്കിൽ 1 പോയിന്റ് ഡിഫറൻസ്. ആ 1 പോയിന്റിന്റെ വില എന്താണെന്നുള്ളത് ഞാൻ പറയാട്ടോ. സോ മിഡ്ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുൽസുവേസ്കി ഹാഡ് എ ഗുഡ് ഗെയിം. ലാസ്റ്റ് ഗെയിം വീക്കിൽ ഞാനൊരു ഡൗട്ട്ഫുൾ ആയിരുന്നു ഈ ഗെയിം വീക്കിലേക്ക് മാറ്റണോ എന്നുള്ളത്. പക്ഷേ ഞാൻ മാറ്റിയില്ല, നിലനിർത്തി. 6 പോയിന്റ്സ് കിട്ടി. ഹഡ്സൺ ഒഡോയ്, ഐ എക്സ്പെക്ടഡ് എ ബിറ്റ് മോർ, ബട്ട് 3 പോയിന്റ്സ്. ഹി ഷുഡ് ഹാവ് സ്കോർഡ് മോർ ലൈക്ക് പോയിന്റ്സ് ഇൻ ടേംസ്. മിറ്റോമ ഹാഡ് എ ഗുഡ് ഗെയിം. പിന്നെ മുഹമ്മദ് സല കിഡിലൻ പോയിന്റ്സ് നമുക്ക് നൽകി. 10 പോയിന്റ് കുറവാണ്, 1 ഗോളേ അടിച്ചോളൂ. അങ്ങനെ എന്നാലും കുഴപ്പമില്ല. 10 പോയിന്റ്സ് ഇസ് മോർ ദാൻ എനഫ്. പിന്നെ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആണ് നമ്മുടെ ഫ്രണ്ട് ലൈനിലേക്ക് വരുന്ന സമയത്ത്. വേറൊന്നുമല്ല, അലക്സാണ്ടർ ഐസാക് ആൻഡ് ആന്റോണിയോ രണ്ടുപേരും അതിന് പോയിന്റ്സ് ഒന്നും നമുക്ക് നൽകിയില്ല. 2 പോയിന്റ് വീതം മാത്രം നൽകിയുള്ളൂ. 4 പോയിന്റ്സ് കിട്ടിയുള്ളൂ. പക്ഷേ എർലിംഗ് ബ്രോട്ട് ഹാലൻഡ് 34 പോയിന്റ് ആണ് ചെയ്തത്. പക്ഷെ ഹാലൻഡിന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ പറയണം. വേറെ ഒന്നുമല്ല, എർലിംഗ് ഹാലൻഡിന്റെ പേരിൽ ലാസ്റ്റ് ഗെയിം വീക്കിൽ ഒരു റെക്കോർഡ് വന്നു. വേറെ ഒന്നല്ല, ഒരു ഫാന്റസി പ്ലെയറിന്റെ മേലെ ഏറ്റവും കൂടുതൽ ഒരു ഗെയിം വീക്കിൽ വന്ന ട്രിപ്പിൾ ക്യാപ്റ്റൻ എന്നുള്ള റെക്കോർഡ് ഹാലൻഡ് തിരുത്തി എഴുതിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുറെ റെക്കോർഡ് ബ്രേക്കുകളൊക്കെ ഹാലൻഡ് ചെയ്യാനുണ്ട്. 34 പോയിന്റ്, ഒരു ഹാട്രിക് അടക്കം എന്നുള്ള രീതിക്ക്. അപ്പൊ 34 പോയിന്റ് നമുക്ക് കിട്ടി. സോ ദാറ്റ്സ് എ ടോട്ടൽ 92 പോയിന്റ്സ് കിട്ടി. ഹയസ്റ്റ് ഉള്ളത് 154 ആണ്. ട്രിപ്പിൾ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട് ഒബിയസ്ലി. പക്ഷേ ഇതെങ്ങനെ 154 ആയി എന്നുള്ളത് എനിക്ക് വലിയ പിടുത്തം കിട്ടുന്നില്ല ഗായ്സ്. യെസ്, അതെ 154 ഉണ്ട് ഡെഫിനറ്റ്ലി. സോ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ബാക്കോട്ട് പോകുന്നു. ഇനി നമുക്ക് ലീഡ് ബോർഡ്സ് നോക്കാം. അതായത് ഓരോ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ എവിടെ നിൽക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താണ പ്രീമിയർ ലീഗ്. സോ താണ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് നാൾ കണ്ണൂർ ഉണ്ടായിരുന്ന സമയത്ത് അവിടെയുള്ള എൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളുടെ ഒരു ആ ഗ്രൂപ്പിന്റെ ഇതിലുള്ളതാണ് അത്. സോ ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പല്ലാഡിയം ഇതുപോലെ വേറൊരു ഫ്രണ്ട് ഗ്രൂപ്പിന്റെ ഉള്ളതാണ്. ദെൻ ചെൽസിക്കാരൻ എക്സ്ക്ലൂസീവ് ലീഗ്. സോ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, ഞാൻ ചെൽസിക്കാരൻ്റെ ഭാഗമാണ്. ചെൽസിക്കാരൻ എന്നുള്ള ചെൽസി സപ്പോർട്ടേഴ്സ് ക്ലബിന്റെ കേരളത്തിലുള്ള ഒരു മെമ്പറാണ്. സോ ജസ്റ്റ് ഓപ്പൺ. ഞാൻ 2ാം സ്ഥാനത്താണ്. കഴിഞ്ഞ ഗെയിം വീക്കിൽ ഞാൻ ഫസ്റ്റ് സ്പോട്ടിൽ നിന്നിരുന്നതാണ് 81 പോയിന്റുമായിട്ട്. വേറൊരു സുഹൃത്ത് ജിതേഷ് ആണെന്ന് തോന്നുന്നു, പുള്ളിയായിട്ട് ഞാൻ ഒരു സെയിം പോയിന്റ്സ് ഷെയർ ചെയ്ത് ഫസ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ഗെയിം വീക്കിൽ വന്നപ്പോൾ 1 പോയിന്റിന് 173 ആണ് എൻ്റെത്. അലൻ അലക്സ് 174. ഇതിന്റെ ടീം നെയിമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ബാഹുബോഹ്ലി. സോ
ലൈക്ക് ദാറ്റ്. എനിക്ക് തോന്നുന്നു ഈ ഗെയിം വീക്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് സ്കോർ ചെയ്തത് ഈ റീസസ് 11 എന്ന് പറയുന്ന ബേസിൽ റിജിയുടെ ടീമാണ്. 103 സ്കോർ ചെയ്തു. പക്ഷേ ഈ 103 ക്യാപ്റ്റനെ ലൂയിസ് ഡിയാസ് ആണ് ആക്കിയിരിക്കുന്നത്. സോൺ നല്ലൊരു ഓപ്ഷൻ. ഒരു പ്ലെയർ കളിച്ചിട്ടില്ല, അതാണ് ഒരു പ്ലെയർ കളിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ ക്യാപ്റ്റൻ എർലിംഗ് ഹാലൻഡ് ആയിരുന്നെങ്കിൽ ഇതിനും കൂടുതൽ പോയിന്റ് കിട്ടിയാനെ, അറ്റ്ലീസ്റ്റ് ഒരു 125 എങ്കിലും കിട്ടിയാനെ. സോ അതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. CFK കൊച്ചിയുടെ നോക്കാം. അതും ഒരു ചെൽസി ഫുട്ബോൾ ക്ലബിന്റെ സപ്പോർട്ടേഴ്സ് ഗ്രൂപ്പാണ്. അതിലും അലക്സ് ഉണ്ട്. സോ ബാഹു ബോഹ്ലി ഈസ് ലീഡിങ് ഓൺ ദാറ്റ് 174. സോ അതിലും 2ാം സ്ഥാനത്താണ്. പക്ഷേ ചെൽസി ഫുട്ബോൾ ക്ലബ് കേരള എന്നുള്ള ടോട്ടൽ ഇതിൻ്റെ അകത്ത് ഞാൻ 5ാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഗൈസ്. അതോടൊപ്പം തന്നെ മാസ്റ്റർ ക്ലാസ് ഐമൻ ABD 120 പോയിന്റാണ് കിട്ടിയത്. ട്രിപ്പിൾ ക്യാപ്റ്റൻ ചെയ്ത് ഹാലൻഡിന് ഓബിയസ്ലി. നൈസ് ടീം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സോണൊക്കെ ഉണ്ട്. എനിവേസ് അതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്കിനി നോക്കാനുള്ളത് ജനറൽ ലീഗ്സിലേക്കാണ്. ഇന്ത്യ ഓവറോൾ റാങ്കിങ് 811. ഇന്ത്യ ഓവറോൾ റാങ്കിങ് 811, 811 സ്ഥാനത്താണ്. ചെൽസിയുടെ ഓവറോൾ ഇതിലേക്കുള്ളതിൽ 4369 റാങ്ക്. ഗെയിം വീക്ക് 1 അത് നോക്കണ്ട, ഓവറോൾ നോക്കാം. ഓവറോൾ 57,388 സ്ഥാനത്താണ് ഞാനുള്ളത്, വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ് ഗൈസ്. ബിക്കോസ് നമ്മൾ നല്ലൊരു ഇത് കവർ ചെയ്ത്. കഴിഞ്ഞ പ്രാവശ്യം 2,63,000 സംതിങ് ആയിരുന്നു റാങ്ക്. സോ അതെല്ലാം വന്നു. പിന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ടീം അടുത്ത വീക്കിലേക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു ട്രാൻസ്ഫർ നടത്താണ്ടായിരുന്നു. ആ ട്രാൻസ്ഫർ ഞാൻ നടത്തി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് വീഡിയോ കട്ടായത്. സോ ഓൾറെഡി ഞാൻ നടത്തിയ ട്രാൻസ്ഫർ വേറെ ഒന്നുമല്ല, ഞാൻ അലക്സാണ്ടർ ഐസക്, ന്യൂ കാസലിന്റെ പ്ലെയറായ അലക്സാണ്ടർ ഐസക്കിനെ മാറ്റിയതിന് ശേഷം നിക്കോളാസ് ജാക്സനെ ടീമിലേക്ക് എടുത്തു. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പൈസ ലാഭം കിട്ടി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജാക്സന് ഒരു 0.09 മില്യൺ കുറവായിരുന്നു അലക്സാണ്ടർ ഐസക്കിനേക്കാളും. കാരണം പിന്നെ ഗെയിം വീക്ക് നോക്കുന്ന സമയത്ത് ജാക്സണിന് കുറച്ചും കൂടെ നല്ല ഗെയിംസ് ആണ് വരുന്നത്. മറ്റവർക്കൊക്കെ കുറച്ച് ടഫ് ഗെയിം വീക്സ് ഒക്കെ വരുന്നുണ്ട്. അടുത്ത 3 ഗെയിം വീക്ക് ഞാൻ എപ്പോഴും ഒരു 3 ഗെയിം വീക്ക് നോക്കിയിട്ടാണ് ചെയ്യാറ്. സോ അങ്ങനെയൊക്കെ നിൽക്കിയ നമ്മൾ നമ്മുടെ ടീമിനെ പിക്ക് ചെയ്തു. ഇതാണ് ടീം, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും സ്ക്രീനിൽ. സോ ഞാൻ നിക്കോളസ് ജാക്സനെ വൈസ് ക്യാപ്റ്റൻ ആക്കി, എർലിംഗ് ഹാലൻഡിനെ ക്യാപ്റ്റൻ ആക്കി. വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് മീ.